വന്നോ കോളേജ് കുമാരി? എൻ്റെ അമ്മേ ഇരുന്നല്ല. ചോറ് മുഴുവനുണ്ടോടി? ചോറ് തോരൻ കൊള്ളൂലായിരുന്നു, ഞാൻ കൊണ്ട് കളഞ്ഞു. കളഞ്ഞാ? ആ പച്ചക്കറി ഒന്നും തിന്നണ്ട നീ. ഉപ്പൊന്നും ഇല്ല. അവസാനം കണ്ണും പൊട്ടി തൊലിയൊക്കെ ചുളുങ്ങി വെല്ലുമ്മമാരെ പോലെ ആവും. അപ്പൊ പഠിക്കും. കെട്ടിച്ചു വിടാൻ ആരും ചെറുക്കനെ കിട്ടൂല. ഓ ആ നീ എഴുന്നേറ്റ് പൊയ്ക്കേ പെണ്ണെ. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉടുപ്പ് മാറണമൊന്നുമില്ല, ഒന്നുമില്ല. പൊയ്ക്കേ. എന്ത് പൂ മോളെ, യൂണിഫോം മാറിയിട്ടിട്ട് കളിക്കടി. നിങ്ങൾ ഇങ്ങനെ ഏത് സമയം അകത്തിരുന്ന് ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി സന്തോഷത്തോടെ തിരിച്ചു വരും. പോ മക്കളെ. അങ്ങനെ പോയിട്ടേ ഒരു തമാശ പടം കാണ്. അപ്പൊ ഒരു മനസ്സിനൊരു സുഖം കിട്ടും. റോക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നോക്കിപ്പോ. ഇങ്ങ് തന്നേക്കടാ നോക്കട്ടെ. അമ്മാവന്റെ വീട് തട്ടിപ്പോകൽ, വിൽപ്പന തക്കളി കല്യാണം. ഈ വീട് വിൽപ്പന, ഫ്ലാറ്റിന്റെ പണി. കനകന് കുട്ടികളില്ല. ഗുഡ്. അവന്റെ പ്ലാനാ? വെറുതെ എന്തോ തമാശക്ക്. അത് ശരി. അപ്പൊ ഇതാണ് അവന്റെ മനസ്സിലിരിപ്പില്ലേ? അവനവിടെ ഉറങ്ങുക. നീ അവനെ വിളിച്ചേ? അറിയാതെ പറ്റിയതാണ്, അറിയാതെ വിളിക്കേ. പറയണേട്ടില് വിളിക്കാൻ. ക്ലീറ്റോ, ക്ലീറ്റോ ഇങ്ങോട്ട് വന്നേ. നമ്മളവനോട് എന്തൊരു ഭയങ്കര അല്ല അളിയന്റെ ഈ പ്ലാനിങ്ങേ, അമ്മാവനെ തട്ടിപ്പോകലും സ്വത്ത് കൈക്കലാക്കലും കനകന് കുട്ടികളില്ല, അതൊന്നും ഭയങ്കര പ്ലാൻ ആയി പോയല്ലോടാ. ഭാവിയിലുള്ള ഒരു കാര്യം വെറുതെ ഇങ്ങനെ എഴുതി നോക്കി എന്നുള്ളത്. ഭാവിയിലുള്ള കാര്യമാണ് അത്. ഞാൻ ചത്തിട്ട് എന്റെ സ്വത്തോണ്ട് പുട്ടടിക്കാന്നില്ലേ? എന്റെ സ്വത്ത് അണക്ക്. നീ മനുഷ്യനാണോടാ? നീ എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കാൻ നീയൊക്കെ? ഒരു മനുഷ്യത്തുള്ള എഴുതോടാ ഇങ്ങനെ കുട്ടാത്രേ. ഇവർക്ക് കുട്ടികളില്ലാത്ത അണക്കത്ര കുട്ട്. സാരല്ലേ മാവ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയും ആയ സ്ഥിതിക്ക് അതങ്ങ് പറയാം. ഇന്ന് രാവിലെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്ത്? ഇനിയിപ്പോൾ എന്തായാലും പറയാമല്ലോ. ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു.